പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടിയിൽ KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാ. അത് മാത്രമല്ല, ഇന്ന് ഞാൻ ഈ ബസ് മാനുവൽ ഗിയർ ബോക്സിലാണ് ഓടിക്കാൻ പോണേ. കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനുവലിൽ ഓടിക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ഗിയർ ബോക്സ് ഒക്കെ കാണാൻ പറ്റും. ഇത് ഒരു 6 സ്പീഡ് മാനുവലാണ്. ഇതിനെ ശരിക്കും മാനുവൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മാനുവൽ വണ്ടിയാണെങ്കിൽ അതിൽ ക്ലച്ച് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ക്ലച്ചൊന്നും കാണാൻ പറ്റണില്ല. ക്ലച്ചില്ലെങ്കിൽ പിന്നെ അത് മാനുവൽ ആവില്ല, അതൊരു IMT ആവും. IMT എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്മിഷൻ ഉണ്ട്. അത് ശരിക്കും കിയയുടെ അല്ലെങ്കിൽ ഹ്യുണ്ടയുടെ കാറിലാണ് കാണാൻ പറ്റുക. അത് ബേസിക്കലി ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ മാറ്റുന്ന പരിപാടിയാണ്. ഈ ഗെയിമിൽ ഇപ്പോൾ ഇങ്ങനെയാണ് മാനുവൽ കൊടുത്തേക്കണത്. ഇനിയിപ്പോൾ ക്ലച്ചില്ല മാനുവൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സെറ്റിങ്സിൽ ഞാൻ കുറേ നോക്കി. എനിക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ മാത്രമേ കാണാൻ പറ്റണുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ ഓടിക്കാം. ഇത്രയും ദിവസം ഞാൻ ഓട്ടോമാറ്റിക്കലായിരുന്നു ഓടിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം, ഒന്ന് മാനുവൽ ഓടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം, എന്നിട്ട് നേരെ ഇങ്ങ് പോവാം. ഈ വണ്ടിക്ക് ടേണിംഗ് റേഡിയസ് ഇച്ചിരി കുറവാണ്, എന്നാലും നമുക്ക് നോക്കിക്കൊണ്ട് വണ്ടിയൊക്കെ വളയ്ക്കാം. ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്ത റൂട്ടില്ലേ, അത് ഒരു ലോങ് റൂട്ടാണ്. കാരണം ഈ KSRTC സ്വിഫ്റ്റ് ഒരു ലോങ് റൂട്ട് പോണ ബസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ലോങ് റൂട്ട് സെലക്ട് ചെയ്തത്. ഇതിൽ പിന്നെ ഗിയർ മാറ്റാനേ ഇച്ചിരി പാടാണ് കേട്ടോ. ഞാനിപ്പോൾ 3ലേക്ക് കൊടുക്കുമ്പോൾ അത് ഫസ്റ്റിലേക്കൊക്കെ പോണേ, അതേപോലെ തന്നെ 5th കൊടുക്കുമ്പോൾ അത് 3ൽ പോവും. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കളിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉള്ള പോലെ. അതെന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഇപ്പോൾ ഞാൻ 4th ഗിയറിലാണ് വണ്ടി ഓടിക്കണേ. 4th ഗിയറിൽ തന്നെ വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. 120 കടന്നു. ഇപ്പം ഞാൻ 5th ഗിയറിലിട്ടു. 5th ഗിയറിൽ എത്ര സ്പീഡിൽ പോകുന്നു നോക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത റൂട്ടില്ലേ, അത് ഹൈവേ റൂട്ടാണോന്ന് എനിക്കറിയില്ല. ഹൈവേ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടോപ്പ് സ്പീഡൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത റൂട്ട് ഹൈവേ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കയ്യിൽ ഒരു മാപ്പിൻ്റെ മോഡുണ്ട്. അത് ഒരു വലിയൊരു ഹൈവേ ആണ്. നമുക്ക് പറ്റിയെങ്കിൽ ആ മോഡിൽ ഈ വണ്ടിയുടെ സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ ഇപ്പം നമുക്ക് വലിയ കാര്യമായിട്ട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഇതേ കണ്ടില്ലേ, ഇവിടത്തെ വഴിയൊക്കെ ചെറുതായി. ഈ വഴി എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടാ. എനിക്ക് തോന്നണത് ഈ വഴി മറ്റേ പോർട്ടിലേക്ക് പോകണമെന്ന്. പോർട്ടിൽ നമ്മൾ ഒരു കപ്പലിൽ കയറും, എന്നിട്ട് കുറച്ച് ദൂരം നമ്മൾ കപ്പലിലാവും പോവുണ്ടാവുക. അങ്ങനെയും തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ പോർട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഞാൻ പറഞ്ഞത് ശരിയാണ്, നമ്മളിനി കുറച്ച് ദൂരം കപ്പലിൽ പോവുക. ഇവിടെ ഇപ്പോൾ ഞാൻ ടോളൊക്കെ കൊടുത്തു. ഇവിടെ പിന്നെ നമുക്ക് ഒന്നും കൊടുക്കണ്ട. നമ്മുടെ കപ്പൽ എവിടെയാ? നമുക്കിനി കുറച്ച് ദൂരം കപ്പലിൽ പോകണ്ടേ. ഓക്കെ, അവിടെ മുമ്പിൽ ഒരു കപ്പലുണ്ട്. നമ്മൾ മിക്കവാറും അതിലും കയറി പോവുണ്ടാവുക. ഓക്കെ, നമുക്ക് വണ്ടി പതുക്കെ അകത്തേക്ക് കയറ്റാം. ലെറ്റ്സ് ഗോ. ഇനി കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് ഇരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ കപ്പൽ വഴി വേറൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇനി ഇവിടെ നിന്ന് കുറേ ദൂരം പോവാണ് കേട്ടാ. ഇവിടെ മറ്റേ ടോള് പോലത്തെ സംഭവം വരുന്നുണ്ട്. ഇവിടെ പക്ഷേ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. നമ്മൾ നേരത്തെ പൈസ കൊടുത്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, ഇവിടെ ഒരു സ്റ്റോപ്പൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാർ വന്ന് കയറും. ഇവിടെ പിന്നെ ഈ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ സ്റ്റോപ്പൊന്നും വരില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങിയേക്കാണ് കേട്ടാ. കുറച്ച് ആൾക്കാർ അങ്ങനെ ഇറങ്ങി. ഇവിടെ മുമ്പിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് വണ്ടിയിൽ കയറ്റാം. വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ലേ? സ്ഥലം ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി കണ്ടിട്ട് ഇനിയിപ്പോൾ ഇടയിൽ സ്റ്റോപ്പൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങ് പടച്ച് പോവാം. ലെറ്റ്സ് ഗോ. ഈ KSRTC സ്വിഫ്റ്റില്ലേ, അതിന് കുറേ വണ്ടികൾ ഉണ്ട് കേട്ടാ. ഞാനിപ്പോൾ ഓടിക്കണത് ലേലാൻഡിൻ്റെ മോഡലാണ്. ഇതേപോലെ തന്നെ ഒരു വോൾവോയുടെ മോഡൽ ഉണ്ട് കേട്ടാ. ഞാൻ ഒരിക്കൽ അതിൻ്റെ ഒരു ഗെയിം പ്ലേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വോൾവോ ബസ് ഓടിക്കണത്. ആ സെയിം ബസ്സിൽ നമുക്ക് ഈ KSRTC സ്വിഫ്റ്റിലെ അതിൻ്റെ ലിവർ വെച്ച് കളിക്കാൻ പറ്റും. ആ ലിവർ എനിക്ക് ഇതൊരിക്കലും കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗെയിം പ്ലേ ഇടാം. ഈ KSRTC സ്വിഫ്റ്റിൻ്റെ അല്ലാണ്ട് കർണാടക ബസ്സിൻ്റെയും ഒരു ലിവർ ഉണ്ട് കേട്ടാ, ഒരു നീല കളറിൽ. കർണാടകയുടെ പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് കേരള ബസ് മതി. ഓക്കെ, ഇവിടെ നമ്മൾ സിറ്റി ഏരിയ കടന്നേക്കാണ് കേട്ടാ. നമ്മളിപ്പോൾ ഒരു വില്ലേജ് പോലത്തെ ഒരു ഏരിയയിൽ എത്തിയേക്കാ. ഇവിടെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഈ സ്ഥലം കണ്ടിട്ട് പക്ഷേ കേരളത്തിൻ്റെ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ പക്ഷേ അധികം തിരക്കൊന്നുമില്ല കേട്ടാ. വണ്ടികളൊക്കെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് സ്പീഡിലൊക്കെ പോകാൻ പറ്റും. അത് മാത്രമല്ല,
വളവിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളവിൽ ഓവർടേക്ക് ചെയ്യേണ്ടത് ശരിയല്ല, പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് വളവിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പക്ഷേ റോഡൊക്കെ മോശമാവും. നമ്മുടെ വണ്ടി പക്ഷെ ഓഫ് റോഡൊക്കെ സുഖമായിട്ട് പോവും. ലേലാൻഡിൻ്റെ മോഡലാ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മൾ മറ്റേ വോൾവോയുടെ മോഡൽ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നം ഉണ്ടാവും. കാരണം വോൾവോയുടെ ആ വണ്ടിക്കൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. എന്തുട്ടായാലും ഈ സ്ഥലം കാണാനായിട്ട് നൈസായിട്ട് കേട്ടാ. കാര്യം റോഡൊക്കെ മോശമാണെങ്കിലും ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. ഞാനിപ്പോൾ 6th ഗിയറിലാണ് വണ്ടി ഓടിക്കണേ. വണ്ടി ഇപ്പോൾ 190 കടക്കാറായിട്ടാ. ഓക്കെ, 190 കടന്നു. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന വണ്ടി 200 പോകുന്ന. 200 സുഖമായിട്ട് പോകേണ്ടതാ. നമുക്ക് പറ്റിയെങ്കിലേ ഈ കാണുന്ന റൂട്ടിൽ തന്നെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. സിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോപ്പ് സ്പീഡൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നിറച്ച് വണ്ടികളോ. ഓക്കെ, നമ്മുടെ വണ്ടി ഇപ്പോൾ 190 കടന്നുട്ടാ. ഇവിടെ ഇപ്പോൾ 200 എത്താറായി. ഓക്കെ, 200 എത്തി. 210 വരെ പോവോ? KSRTC ആയതുകൊണ്ട് 210 വരെ പോവും. ഒരു മിനിറ്റ്, ഈ SUV ഓടിക്കുന്ന ആള് വഴി തടഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകേണ്ടതായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാം. ഒന്നുകൂടി സ്പീഡിൽ പോയി നോക്കാം. 210 വരെ എത്തുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, 210 വരെ എത്തിയില്ല ഏട്ടാ. ഇവിടെ ഇച്ചിരി തിരക്കുള്ള സ്ഥലം എത്തി. അത് മാത്രമല്ല, ഇവിടെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടാ. മൊത്തം ഓഫ് റോഡാണ്. അയ്യോ, ഞാനൊരു പോലീസുകാരനെ ഇടിച്ചിട്ടു. അതിപ്പോൾ സീനൊന്നുമില്ല. നമ്മൾ KSRTC ഓടിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. പോലീസുകാരൊന്നും പറയില്ല. ഇവിടെ പിന്നെ റോഡ് ഭയങ്കര മോശമാണ്. നമ്മൾ ചാടി ചാടിയിട്ടൊക്കെ പോണേ. നമ്മുടെ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം നല്ല ചളിയായിട്ടുണ്ട്. ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നണത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ നല്ല റോഡ് വരുന്ന. ഇതിപ്പോൾ എന്ത് പറ്റിയേ? നമ്മൾ ഒരു പോലീസ് വണ്ടീനെ ഇടിച്ചു. നമ്മുടെ വണ്ടി എയറിൽ പോയി. പക്ഷെ യാത്രക്കാരൊക്കെ സേഫാണ് കേട്ടാ. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. യാത്രക്കാരൊക്കെ സേഫാണ് കേട്ടാ. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഞാൻ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇടയിൽ വെച്ച് 2-3 വട്ടം വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചപ്പോഴേ നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ പറ്റി. 60% താഴെ വരെ പോയി. അന്നേരം ഞാൻ ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തു. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് 100% ഹെൽത്ത് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വണ്ടി നല്ല രീതിയിൽ ചളിയായിട്ടാ. അത് നമുക്ക് പോയിട്ട് ക്ലീൻ ചെയ്തോളാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഇവിടെ ഇപ്പോൾ ആഡ് കണ്ടു കഴിഞ്ഞാൽ ഇരട്ടി പൈസ കിട്ടും. നമുക്കപ്പോൾ ആഡ് ഇരുന്ന് കാണാം.